കാസർഗോഡ് ചിറ്റാരിക്കാൽ കോട്ടക്കുന്നുന്നതിയിൽ ഇനിയും ജപ്തി ഭീഷണിയിൽ കഴിയുന്നത് നിരവധി കുടുംബങ്ങളാണ്. ഇന്നലെ വീട് ജപ്തി ചെയ്തതോടെ ഉന്നതിയിലെ 4 കുടുംബം പെരുവഴിയിലായിരുന്നു. ഉന്നതിയിൽ താമസിക്കുന്ന ബിന്ദു, ഉഷ, പ്രിയ എന്നീ വീട്ടമ്മമാരാണ് ഇപ്പോൾ ആശങ്കയിൽ കഴിയുന്നത്. വീടുകൾ ജപ്തി ചെയ്താൽ എങ്ങോട്ട് പോകുമെന്ന ഭീതിയിലാണിവർ. കാസർഗോഡ് ഈസ്റ്റ് ഏരിയയിലെ കോട്ടക്കുന്നുന്നതിയിലെ നിരവധി കുടുംബങ്ങളാണ് ജപ്തി ആശങ്കയിലുള്ളത്. കഴിഞ്ഞ ദിവസം ഉന്നതിയിലെ സിന്ധുവിൻ്റെ രോഗിയായ പിതാവും മക്കളും ഉൾപ്പെടെ താമസിച്ച വീടാണ് സ്വകാര്യ ബാങ്ക് സർഫാസി നിയമപ്രകാരം ജപ്തി ചെയ്തത്. ഇതോടെ വീട്ടുവരാന്തയിലായി ഈ കുടുംബം. ഈ കുടുംബത്തിനു പുറമെ ഉന്നതിയിലെ മറ്റ് നിരവധി കുടുംബങ്ങൾ ഈ സ്വകാര്യ ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് ആശങ്കയിലാണ്. സ്വകാര്യ ബാങ്കുമായി ഏതെങ്കിലും തരത്തിൽ പണമിടപാട് നടത്തുന്നു എന്നതിൻ്റെ ഒരു രേഖകളും പണമടയ്ക്കുന്ന ഈ കുടുംബങ്ങളുടെ പക്കലില്ല. ആകെയുള്ളത് എപ്പോൾ വേണമെങ്കിലും മാഞ്ഞു പോകാവുന്ന റെസീപ്റ്റ് മാത്രം. ബാങ്കിൻ്റെ ഒരു പാസ്ബുക്ക് പോലും ഇവരുടെ പക്കലില്ല. വീടുകൾ ജപ്തി ചെയ്താൽ എങ്ങോട്ടിറങ്ങുമെന്ന ആശങ്കയിൽ തന്നെയാണ് ഈ കുടുംബങ്ങൾ. 5 വീടാണ് ഇപ്പോൾ ജപ്തി ചെയ്യുമെന്ന് പറയുന്നത്. അതിലിപ്പോൾ 1 ചെയ്തു, ബാക്കി 4 ഇപ്പോൾ നിൽക്കുന്നുണ്ട്. എന്തായാലും അവർ ചെയ്യുമെന്ന് ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഒരു പരിഗണനയും തരൂലെന്നാണ് പറഞ്ഞത്. നമുക്കൊരു നിവൃത്തിയില്ല, പോകാൻ വേറെ സ്ഥലവുമില്ല. 5 സെൻറ്റ് മണ്ണേ ഉള്ളൂ. ഒരു തെളിവ് അവർ തന്നിട്ടുമില്ല. ഞങ്ങളുടെ കയ്യിൽ ഈ കള്ളസല്ലാതെ വേറെ ഒരു പേപ്പറും തന്നിട്ടുമില്ല. ഒന്നും ചെയ്യാൻ ഞങ്ങൾക്കിനി വേറെ ഒന്നുമില്ല, ഒരു വഴിയില്ല. ചിന്തിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. എങ്ങോട്ടാ പോകേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. അവരത്ര ഇത് പറഞ്ഞിട്ടാണ് പോയത്. ഇപ്പം ഇന്നിപ്പോൾ ഞങ്ങളുടെ 2 പേരോട് തന്നെ പറഞ്ഞു 30,000 രൂപ വെച്ച് കൊടുക്കാൻ. എന്താ എങ്ങനെ ആക്കുമെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഉന്നതിയിലെ കൂലിപ്പണിക്കാരായ നിരവധി കുടുംബങ്ങളാണ് സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളുടെ കെണിയിൽ അകപ്പെട്ടിട്ടുള്ളത്. കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടി മാനദണ്ഡങ്ങളില്ലാത്ത പലിശ ഉൾപ്പെടെ ഇത്തരം ബാങ്കുകൾ പിന്നീട് തിരിച്ചു വാങ്ങുന്നതും ഇതൊരു തീരാക്കടമായി മാറാൻ വഴിതെളിക്കുന്നു. കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലയിലെ കടുത്ത സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നിരവധി ഉന്നതികളിലാണ് ഇത്തരം സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളുടെ എക്സിക്യൂട്ടീവുകൾ വാഗ്ദാനങ്ങൾ നൽകി ലോൺ കൊടുക്കുന്നത്. പിന്നീട് തിരിച്ചടവ് മുടങ്ങുന്നതോടെ ജപ്തിയിലേക്ക് നീങ്ങും. അങ്ങനെ ഇത്തരം കുടുംബങ്ങൾ പെരുവഴിയിലേക്ക് എത്തുന്നു. ഉന്നതികളിലെ സാധാരണ മനുഷ്യരുടെ സാമ്പത്തിക പ്രയാസങ്ങൾ മുതലെടുത്ത് അവരെ സാമ്പത്തിക ചൂഷണം നടത്തി പുറത്താക്കുന്ന നിരവധി സംഘങ്ങളുണ്ട്. കാസർഗോഡ് കോട്ടക്കുന്നുന്നതിയിൽ മാത്രമല്ല ഈ സംഭവം. നിരവധി ഉന്നതിയിൽ ഇത്തരം സാമ്പത്തിക സഹായം നൽകുന്ന സംഘങ്ങൾ ഇത്തരം വല വിരിച്ചിട്ടുണ്ട്. അധികൃതർ അടിയന്തരമായി ഇടപെടണം. കോട്ടക്കുന്ന് ഉന്നതിയിൽ നിന്നും രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം.